നമസ്കാരം. ഇത് ന്യൂസ് ടൈം കേരള. ഞാൻ ജിവി ജെയിംസ്. സത്യസന്ധവും വേഗമേറിയതുമായ വാർത്തകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്ന ന്യൂസ് ടൈം കേരളയുടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി വിശദീകരിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ ധവളപത്രം അവതരിപ്പിച്ചു. ധവളപത്രത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ബദൽ ധവളപത്രം പുറത്തിറക്കി. സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നു. തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെ ഓറഞ്ച് അലർട്ട്. ഇറാൻ അമേരിക്ക സംഘർഷം വീണ്ടും രൂക്ഷം. ജമ്മു കാശ്മീരിൽ മേഘവിസ്ഫോടനം. ജനജീവിതം ദുരിതത്തിൽ. നവകേരള രക്ഷാപ്രവർത്തന കേസിൽ പോലീസുകാരുടെ മുൻകൂർ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കും. ഇടുക്കിയിൽ നിർമ്മാണത്തിലിരുന്ന 5 നില കെട്ടിടം ഇടിഞ്ഞു വീണു. ഇനി വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ചർച്ചകൾക്കിടെ നിയമസഭയിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ധവളപത്രം അവതരിപ്പിച്ചു. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക അവസ്ഥയും ഭാവി വികസന പദ്ധതികളും വിശദീകരിക്കുന്നതിനാണ് ധവളപത്രമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം സർക്കാർ അവതരിപ്പിച്ച ധവളപത്രത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ബദൽ ധവളപത്രം പുറത്തിറക്കി. സർക്കാരിന്റെ കണക്കുകളും വിലയിരുത്തലുകളും യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടുന്നില്ലെന്നാണ് പ്രതിപക്ഷം ആരോപണം. വിഷയത്തിൽ രാഷ്ട്രീയ രംഗത്ത് ചർച്ചകൾ സജീവമാകുകയാണ്. സംസ്ഥാനത്ത് ഇന്നു മുതൽ മഴ ശക്തമാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെയുള്ള ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റു ജില്ലകളിലും മഴ മുന്നറിയിപ്പ് തുടരുകയാണ്. മലയോര മേഖലയിലും തീരപ്രദേശങ്ങളിലുമുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം വീണ്ടും രൂക്ഷമായിരിക്കുകയാണ്. ഹോർമോസ് കടലിടുക്കിലെ ഹേഷൻ ദ്വീപിൽ അമേരിക്കൻ ആക്രമണം നടന്നതായി റിപ്പോർട്ടുകളുണ്ട്. ഇതിന് തിരിച്ചടിയായി മിസൈൽ ആക്രമണങ്ങൾ നടന്നതായി ഇറാൻ അറിയിച്ചു. ജമ്മു കാശ്മീരിലുണ്ടായ മേഘവിസ്ഫോടനത്തെ തുടർന്ന് നിരവധി പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്ക സമാന സാഹചര്യം രൂപപ്പെട്ടു. വീടുകളിൽ വെള്ളം കയറിയതോടെ ജനജീവിതം ദുസ്സഹമായി. ഗതാഗതവും മണിക്കൂറുകളോളം തടസ്സപ്പെട്ടു. നവകേരള രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതികളായ പോലീസുകാരുടെ മുൻകൂർ ജാമ്യാപേക്ഷ നാളെ കോടതി പരിഗണിക്കും. കേസിൽ കുറ്റകൃത്യം നടന്നിട്ടുണ്ടെന്ന നിരീക്ഷണം കോടതി രേഖപ്പെടുത്തി. ഇടുക്കി പാമ്പനാട്ടിൽ നിർമ്മാണത്തിലിരുന്ന 5 നില കെട്ടിടം ഇടിഞ്ഞു വീണു. അപകട സമയത്ത് തൊഴിലാളികൾ സ്ഥലത്തിൽ ഇല്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി ന്യൂസ് ടൈം കേരളയോടൊപ്പം തുടരുക. നന്ദി, നമസ്കാരം.